ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ ഇപ്പോൾ ബ്രിട്ടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പവർ പ്ലാന്റിന് നേരെ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഈ ആക്രമണം ഒരു സാധാരണ രീതിയിലല്ല, സൈബർ അറ്റാക്കാണ്. സൈബർ അറ്റാക്ക് എന്ന് പറയുമ്പോൾ അത് ഇത്ര പ്രശ്നമാണോ എന്ന് ചിന്തിക്കും. പക്ഷെ ഒരു പവർ പ്ലാന്റ് പൂർണ്ണമായും കത്തിച്ചു കളയാൻ, തകർത്ത് കളയാൻ ഈ സൈബർ അറ്റാക്ക് മാത്രം മതി എന്നതാണ് ഇന്നത്തെ സാഹചര്യം. നോക്കൂ നിങ്ങൾ, ടെലിഗ്രാഫാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. ഇറാനിയൻ ഹാക്കേഴ്സ് ഷട്ട് ഡൗൺ UK പവർ പ്ലാന്റ്. 4 ദിവസമാണ് UK പവർ പ്ലാന്റ് ഓഫ് ചെയ്തിരിക്കുന്നത്, പ്രവർത്തന രഹിതമായിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയമുണ്ടാകും, സൈബർ അറ്റാക്ക് നടന്നാൽ എങ്ങനെയാണ് ഒരു ഫാക്ടറിയിൽ ഇത്ര പ്രശ്നമുണ്ടാകുന്നത്? അത് ഓൺലൈനിലല്ലേ സംഭവിക്കുന്നത്, അത് ഇന്റർനെറ്റുകളിലല്ലേ സംഭവിക്കുന്നത് എന്ന്. എന്നാൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്ലാന്റുകളിൽ പൊട്ടിത്തെറി വരെ ഉണ്ടാക്കാൻ സൈബർ അറ്റാക്കുകൾക്ക് സാധിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ യഥാർത്ഥത്തിൽ ഇതൊരു ടെസ്റ്റ് മാത്രമാണ് നടത്തിയത് എന്നാണ് പറയുന്നത്. ഇറാന്റെ IRGCയുടെ കീഴിലുള്ള ഹാക്കേഴ്സ് ഗ്രൂപ്പാണ് ഇത് നടത്തിയത് എന്നും ഇതൊരു ടെസ്റ്റ് മാത്രമാണ്, എത്രമാത്രം ഇത് വിജയകരമാകും, യൂറോപ്പിന്റെയും അമേരിക്കയുടെയും ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർക്കാൻ ഇത് എത്രമാത്രം ഫലപ്രദമാണെന്ന് പരീക്ഷിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഈ ആക്രമണം. നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി, അതായത് എങ്ങനെയാണ് ഓൺലൈൻ അറ്റാക്ക്, ഇന്റർനെറ്റിലൂടെ നടക്കുന്ന അറ്റാക്കുകളിൽ ഫാക്ടറികളിൽ പ്രശ്നമുണ്ടാകുന്നത് എന്ന ചോദ്യം അതിന് വ്യക്തമായ മറുപടി പറയുന്നു. ഇന്ന് ഏത് വലിയ ഫാക്ടറികളും പ്രത്യേകിച്ച് പവർ പ്ലാന്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ICS മുഖേനയാണ്, അതായത് ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റം മുഖേനയാണ് പ്രവർത്തിക്കുന്നത്. പഴയ കാലത്ത് എല്ലാ ബട്ടണുകളും ഓൺ ചെയ്തിരുന്നത് മനുഷ്യരാണ് എങ്കിൽ, ഒരു ഭാഗത്ത് ഹീറ്റ് കൂടിയാൽ അവിടെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകൾ അമർത്തിയിരുന്നത് മനുഷ്യരാണെങ്കിൽ, ഇന്ന് ഇതെല്ലാം കമ്പനിയിൽ ഓട്ടോമാറ്റിക് ആയിട്ടാണ്, ഒരു കൺട്രോൾ സിസ്റ്റമാണ് ഇത് നിർവഹിക്കുന്നത്. ഇന്ന് നമ്മുടെ കാറുകളിൽ പോലും ഹീറ്റ് ആകുന്ന സമയത്ത് അത് പെട്ടെന്നൊരു ഭാഗം ഓഫ് ചെയ്യാൻ അതിനെല്ലാം സിസ്റ്റം, കൺട്രോൾ സിസ്റ്റങ്ങൾ നിലവിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ എല്ലാ മിഷനറികളും ഇങ്ങനെയാണ്. എന്നാൽ ഇവിടെയാണ് ഹാക്കർമാർ കയറി ചെല്ലുന്നത്. അവർ ഇതിന്റെ കൺട്രോൾ സിസ്റ്റം ഹാക്ക് ചെയ്യുന്നു. അതിലൂടെ നമുക്കറിയാം കൂളിംഗ് കൺട്രോൾ സിസ്റ്റം അവർ കൈയടക്കുന്നു. അങ്ങനെ ഫാക്ടറിയിൽ അമിതമായ ചൂട്, കൂളിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാതെ വരുമ്പോൾ അമിതമായി ചൂടാകുന്നു, ഫാക്ടറികൾ തീപിടുത്തമുണ്ടാകുന്നു, കത്തി നശിക്കുന്നു. അതുപോലെ ടർബൈനുകളിൽ കൂടുതൽ സ്പീഡുകൾ നൽകി അവിടെ പൊട്ടിത്തെറി ഉണ്ടാക്കുന്നു. അതുപോലെ പ്രഷർ വാൾവുകൾ ഇതിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുന്നു. ഇങ്ങനെയെല്ലാം ഫാക്ടറികളെ പൂർണ്ണമായും ഫിസിക്കലായി ആക്രമിക്കാൻ ഇന്ന് സൈബർ അറ്റാക്കിലൂടെ സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒക്കെ ഇൻഫ്രാസ്ട്രക്ചറുകൾ, അവരുടെ പവർ പ്ലാന്റുകൾ, അതുപോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതിനെയെല്ലാം എങ്ങനെ ആക്രമിക്കുമെന്നതാണ് ഇപ്പോൾ യൂറോപ്പിനും അമേരിക്കക്കും വലിയ മുന്നറിയിപ്പ് ഇറാൻ നൽകിയത്. കഴിഞ്ഞ മാസമാണ് അമേരിക്കയുടെ 12 പ്രധാനപ്പെട്ട പ്ലാന്റുകളിൽ ഇറാന്റെ ഹാക്കർമാർ ഇതുപോലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ 4 ദിവസത്തേക്ക് പൂട്ടിയിട്ടു എന്ന് പറഞ്ഞാൽ അതൊരു അപകട നില തരണം ചെയ്യുന്ന ഘട്ടത്തിൽ അത് പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ ഏത് പ്ലാന്റ് ആണ് ഇങ്ങനെ ഒരു അറ്റാക്ക് നേരിട്ടത് എന്ന കാര്യം ബ്രിട്ടൻ വ്യക്തമാക്കിയിട്ടില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു, ടെലിഗ്രാഫിൽ നിന്ന് ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ വലിയ ആക്രമണങ്ങൾക്കുള്ള ഒരുക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. ഏത് രീതിയിൽ ഇറാനെതിരെ ആരെല്ലാം ആക്രമണങ്ങളിൽ സഹായത്തിന് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കൂടെ നിൽക്കുന്നുവെങ്കിൽ അവർക്കെതിരെ കടുത്ത ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്.